നമസ്കാരം. കേരള സർക്കാരിന്റെ നൈപുണ്യ വികസന പദ്ധതിയായ അഡീഷണൽ സ്കിൽ ആക്വിസിഷൻ പ്രോഗ്രാം അഥവാ അസാപ്പിന്റെ ഓൺലൈൻ സ്കിൽ സീരീസായ സ്കിൽ ടോക്സിലേക്ക് സ്വാഗതം. സിനിമാ പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് അസാപ്പിംഗ് ഒരു സ്കിൽ സീരീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ 4 സെഷൻസ് ഈ സീരീസിന്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ. ചിലപ്പം നമ്മൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സിനിമയുടെ എഡിറ്റിംഗ് എന്ന അല്ലെങ്കിൽ ആ സിനിമയുടെ ഫൈനൽ ഔട്ട് തീരുമാനിക്കപ്പെടുന്നത് എഡിറ്റിംഗ് ടേബിളിലാണെന്ന് പറയാറുണ്ട്. അപ്പൊ സാറിന്റെ സിനിമകളിലെ എഡിറ്റിംഗ് അത് എത്രത്തോളം സാറ് കൂടെ ഇരിക്കാറുണ്ട്? ഇപ്പൊ ഫസ്റ്റ് റഷസ് മുതൽ സാറ് കൂടെ ഇരുന്നിട്ടാണോ ഫസ്റ്റ് കട്ട് ഉണ്ടാക്കി ഫൈനൽ കട്ടിലേക്ക് പോകുന്നത്? അതല്ല ഫസ്റ്റ് കട്ട് എഡിറ്റർ ചെയ്തതിന് ശേഷം സാർ അത് കണ്ട് അതിൽ നിന്നും ഡിസ്കഷൻ ആരംഭിച്ച് ഫൈനൽ കട്ടിലേക്ക് പോവുകയാണോ ചെയ്യാറ്? അതിനെപ്പറ്റി വിശദീകരിക്കും സാറിന്റെ എഡിറ്റിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കും. ഒരു സ്ക്രീൻ പ്ലേനെ അനുസരിച്ചിട്ടാണല്ലോ എഡിറ്റ് ചെയ്യുക ബേസിക്കലി. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളും സിംഗ് സൗണ്ടിൽ ചെയ്തിട്ടില്ല, എല്ലാം ഡബിങ് ആണ്. സിംഗ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് പഠിക്കണം. സൗണ്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് ചെയ്യും, എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്. ഇനി ചെയ്യുന്ന സിനിമ അങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒരു എഡിറ്റർ ചെയ്യുക, ഇതിന്റെ റഷസ് ആണ് എഡിറ്റ് ചെയ്യുക. റഷസ് എഡിറ്റ് ചെയ്തിട്ട് ഒരു ഡബിങ്ങിന് വേണ്ട ഒരു പരുവത്തിലാക്കുകയാണ് ചെയ്യുക. ആ പരുവത്തിലാക്കി നമ്മൾ ഡബ് ചെയ്യും. മനസ്സിലായോ? ഡബ് ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 3.5 മണിക്കൂറുണ്ടോ, വളരെ ലൂസായിട്ട് വെച്ചിട്ടുള്ള ഷോർട്സ് നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ സീനും അതിൽ വെക്കും. എല്ലാ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തിട്ടുള്ള സീനെല്ലാം ആവശ്യമുള്ള എടുക്കുള്ളൂ. ചിലപ്പം പിന്നീട് ആവശ്യമില്ലാന്ന് തോന്നുന്ന സീനുകൾ എല്ലാം ഡബ് ചെയ്യും. അപ്പൊ ആ ഡബിങ് പ്രോസസ്സിന് വേണ്ട ഒരു എഡിറ്റാണ് ആദ്യം വേണ്ട ചെയ്യുക. അത് പരിപൂർണമായിട്ട് എഡിറ്ററാണ് ചെയ്യുക. ഞാൻ പോകാറില്ല. എഡിറ്റർ അത് ചെയ്തതിന് ശേഷം ഞാൻ പോയി കാണും. ഈ 3.5 മണിക്കൂർ ഞാൻ കാണും, അത് ഡബിൽ കൊടുക്കുന്നതിന് മുൻപായിട്ട്. 3 മണിക്കൂർ കണ്ടിട്ട് അതിൽ ഉൾപ്പെടുത്താൻ ചില ഷോർട്സ് ഉണ്ടാവും ചിലപ്പോൾ എടുത്തിട്ടുള്ളത്, ചിലപ്പോൾ എഡിറ്റർ അത് കണ്ടിട്ടുണ്ടാകും. അപ്പൊ അത് ചിലപ്പോൾ ഡബ് ചെയ്യേണ്ട ഷോർട്ട് ആയിരിക്കും. ഡബ് എന്നുള്ള പർപ്പസിനാണ് ആ എഡിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എഡിറ്റ്, അതായത് സ്പോട്ട് ഡബിങ് അല്ലാത്തൊരു പടത്തിൽ. അപ്പം അല്ലെങ്കിൽ എളുപ്പമാണ്, നമുക്ക് ഡബ് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് എഡിറ്റ് ചെയ്താൽ മതി. ഡയറക്ട്ലി വി കൻ ഡു ദ ഫൈനൽ എഡിറ്റ്. ഇപ്പൊ അങ്ങനെയാണ് സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലോട്ട് മാറി ഇപ്പൊ നമ്മുടെ സിനിമ. ഞാൻ ചെയ്തിട്ടില്ല സിനിമകൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡബ് ചെയ്യുന്നു. ഡബ് ചെയ്തതിനു ശേഷം ഇറ്റ് അഗൈൻ കംസ് ബാക്ക് ടു എഡിറ്റ്. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ എഡിറ്ററോട് എപ്പോഴും സോങ് കട്ട് ചെയ്യാൻ പറയാറുള്ളൂ. എഡിറ്റർ ആ സമയത്ത് ഫ്രീ ആണ് ഡബിങ് സമയത്ത്. അപ്പൊ ആ സമയമാണ് നമുക്ക് സോങ് ഒക്കെ ഫൈനലൈസ് ചെയ്യാനുള്ള സമയം. ഷോർട്സ് ഒക്കെ ഓൾറെഡി ഉണ്ടാവില്ല, സോങ്സും ടൈറ്റിൽസും അങ്ങനെ ട്രിക്കി ആയിട്ടുള്ള എഡിറ്റ് വൈസ് വേണ്ട കുറെ സാധനങ്ങളുണ്ടാവും. ഒരു ടൈം ലാപ്സ് പരിപാടി, അതൊക്കെ നമുക്ക് ഡബ് ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ നമുക്ക് ആ സമയത്ത് ചെയ്തേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെറ്റീരിയൽ നമുക്ക് തിരിച്ചു കിട്ടാം. ഡബ് ചെയ്ത മെറ്റീരിയൽ തിരിച്ചു കിട്ടി കഴിയുമ്പോൾ നോ ഫ്രം ദ 3.5 hour ഫിലിം നമുക്കൊരു 2-2.5 മണിക്കൂറിൽ സിനിമ ഉണ്ടാകും. അപ്പൊ അതിന് കൂടെ ഇരിക്കാറുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ലൈക്ക് മൈൻഡ് എഡിറ്റർ ആവണമെന്നുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ഇതിപ്പോൾ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിർബന്ധമില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. ഒരുപാട് സംസാരിച്ച് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒരു സാധനം ആയിരിക്കും ചിലപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടം. അപ്പം അല്ലെങ്കിൽ ഇത് ഭയങ്കര ജോലിയായി മാറും. അപ്പം അതിന് ഞാൻ ത്രൂ ഔട്ട് കൂടെ ഇരിക്കാറുണ്ട് കഴിയാവുന്നത്. കൂടെ ഇരിക്കുകയും അങ്ങനെ ഒരു എഡിറ്റ് ഫൈനലാവുന്നു. ഫൈനലായി കഴിഞ്ഞാൽ ഡബിൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ടും പിക്ചറും ഫൈനലാവുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ 3.5 മണിക്കൂറിന് സിനിമ 2.5 മണിക്കൂറായിട്ട് നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിങ്ക് ആണല്ലോ, വീണ്ടും നമ്മൾ ഡബിൾ കൊടുത്തിട്ട് 2.5 മണിക്കൂർ സാധനം സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ളത് ഞാനത് വലിയൊരു സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്ത് കാണാറുണ്ട്. നിർബന്ധമായിട്ട് എൻ്റെ വീട്ടുകാരെ കൊണ്ട് കാണിക്കാറുണ്ട് ആ പ്രൊജക്ഷൻ. അത് മിക്കവാറും എൻ്റെ സിനിമകളിൽ അതിൽ നായകൻ നടനും കോ പ്രൊഡ്യൂസറായിരിക്കും. അപ്പോൾ അവരുടെ കുടുംബത്തിനും കൊണ്ടുവരാറുണ്ട്. കാരണം ഈ കുടുംബക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് സത്യസന്ധമായ അഭിപ്രായം പറയാൻ പറ്റൂ. കാരണം അവരുടെ പൈസ പോകുന്ന പരിപാടിയാണ്. അവർ മാത്രം ഡയറക്റ്റ്ലി ബാധിക്കുന്ന പരിപാടി. ബാക്കി ആൾക്കാർക്ക് ചുമ്മാ അഭിപ്രായം പറയാമെന്നുള്ളൂ. അതുകൊണ്ട് അവർ പറയുന്ന തീരുമാനം സത്യമായിരിക്കും. അല്ല, ഇനി ഇമ്പ്രൂവ്മെന്റ് സാധ്യത ഉണ്ടെങ്കിലേ പറഞ്ഞു ഇനി നന്നാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഡബിൾ പോസിറ്റീവ് പ്രൊജക്ട് ചെയ്ത് വലിയ സ്ക്രീനിൽ തന്നെ കാണണം. എപ്പോഴും നമ്മളൊരു ചെറിയ സ്ക്രീനിലല്ലേ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വലിയ സ്ക്രീനിൽ വരുമ്പോൾ ചിലപ്പോൾ ക്ലോസപ്പിന് ലെങ്ത് ഒക്കെ മാറിപ്പോകും. വലിയ സ്ക്രീനിൽ കാണുമ്പോൾ എടുത്ത ആവശ്യമില്ല, അല്ലെങ്കിൽ കൂടുതൽ ആവശ്യമുണ്ട് നമുക്ക് തോന്നുന്നു. ആ സ്ക്രീൻ റേഷ്യോന്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഡബിൾ പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരു ചർച്ച വയ്ക്കണം, എഴുതിയെടുക്കും എന്തൊക്കെ പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സിനെ കുറിച്ച് ഞാൻ ആലോചിക്കും, ശരിയാണോ തെറ്റാണോ എങ്ങനെ. അതിന് ഇമ്പ്രൂവ്മെന്റ്, ചിലപ്പോൾ ഇമ്പ്രൂവ്മെന്റ് സാധ്യതയാണെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ടി വരും, അത് പ്രാക്ടിക്കൽ അല്ലായിരിക്കും. പക്ഷെ വിത്തിൻ്റെ എഡിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്.
അങ്ങനെ പ്രേതം എന്നുള്ള സിനിമയുടെയൊക്കെ എൻ്റെ ക്ലൈമാക്സ് ഞാൻ റീഡേറ്റ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ദ ഡബിൾ പോസിബിൾ. ഹലോ, അത് പോസിബിൾ ആണ്. അതായത് ഞാൻ പ്രേതം എന്ന് പറഞ്ഞ സിനിമയുടെ എൻ്റെ ക്ലൈമാക്സ് റീഡേറ്റ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ദ ഡബിൾ പോസിബിൾ. ഇപ്പം അത് പോസിബിൾ ആണ്. ഇപ്പൊ സൂസു എന്ന് പറഞ്ഞ സിനിമയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻ ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞത് വീണ്ടും എൻ്റെ വൈഫിനോട് പറഞ്ഞു ആ സീൻ നല്ലതായിരുന്നല്ലോ, അത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ കണ്ടതായിരുന്നല്ലോ, അത് നല്ലതായിരുന്നു, അപ്പൊ ആ സീൻ ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് അവിടെ വരാറുണ്ട്. ആ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയെ നമ്മൾ പിന്നെ കഴിഞ്ഞില്ല, പിന്നെ നമ്മളത് മ്യൂസിക് ചെയ്യാനും എഫക്ട്സ് ചെയ്യാനും സൗണ്ട് ചെയ്യാനൊക്കെ വിടുകയാണ്. പിന്നെ എഡിറ്റിൽ നമുക്കൊരു കളി പറ്റില്ല. അവിടെ ഒരു സിനിമയുടെ ജാതകം എന്ന് പറയുന്നത് ഒരു കഥ, നമ്മളൊരു സിനിമ തിരഞ്ഞെടുക്കാൻ നമ്മൾ തീരുമാനം എടുക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അപ്പോഴേ ആ സിനിമയുടെ ജാതകം തീരുമാനിക്കപ്പെട്ടു എന്നുള്ളത്. എപ്പോഴും അങ്ങനെയാണ്. ഇനി ഡബിൾ പോസിറ്റീവ് ആക്കുന്നതോടുകൂടിയിട്ട് പിന്നീട് നമുക്ക് അതിലിട്ട് വലിയ കളിക്കാനൊന്നും സ്പേസ് ഇല്ല. അതായത് ഇപ്പൊ നമ്മൾ എൻ്റെ പല സിനിമയുടെയും സൗണ്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റിൻ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാഹുബലി, മറ്റേ ഏതാണ് പത്മാവതൊക്കെ ചെയ്തിട്ടുള്ള ഇന്ത്യയിലത്തെ ഏറ്റവും ഇന്റർനാഷണൽ വലിയ സിനിമ ചെയ്യുന്ന ജസ്റ്റിനാണ്. അപ്പൊ ജസ്റ്റിനോട് ഞാൻ സംസാരിക്കും ജസ്റ്റിൻ പറയാറുള്ളത് സൗണ്ട് കൊണ്ട് നമുക്കൊരു സിനിമയെ രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല. യു കൻ എൻഹാൻസ് എൻ എക്സ്പീരിയൻസ്. അതായത് ഡബിൾ പോസിറ്റീവ് വർക്കാവാത്തൊരു സിനിമേനെ നമുക്ക് മ്യൂസിക് ഇട്ടിട്ടോ സൗണ്ട് കൊണ്ടോ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പുണ്യാള അഗർബത്തിൽ ഡബിൾ പോസിറ്റീവ് കൊണ്ട് ആൾക്കാർ ചിരിക്കണം, മ്യൂസിക് കൊണ്ട് ചിരിപ്പിക്കാൻ പറ്റില്ല. മ്യൂസിക് കൊണ്ട് യു കൻ എൻഹാൻസ് എൻ എക്സ്പീരിയൻസ്. അപ്പൊ പ്രേതം എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ സൗണ്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ആ ഇമ്പോർട്ടൻസിന് പരിമിതി ഉണ്ട്. എഡിറ്റിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സിനിമയുടെ പരാജയമൊക്കെ സംഭവിക്കും. അതിന്റെ പേസിങ് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. സൗണ്ടിൽ ലിമിറ്റേഷൻ കുറവാണ്. ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഈ എഡിറ്റിന് ശേഷവും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സൗണ്ട്, ഫൈനൽ മിക്സ്, മ്യൂസിക്, ഇവരെല്ലാവരും ഈ ഡബിൾ പോസിറ്റീവ് ആണെന്ന് വിളിക്കാറുണ്ട്. എന്നിട്ട് അവരുടെ പോയിന്റ്സ് എല്ലാം എഴുതിയെടുക്കാറുണ്ട്. കാരണം അവരാണ് ഇനി ഇതിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അവർക്ക് ഏത് ഭാഗത്താണ് കുഴപ്പം തോന്നുന്നത്, ഏത് ഭാഗത്താണ്, അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. വർഷത്തിലൊക്കെ ഒരുപാട് ബിജിബാൽ പറഞ്ഞിട്ട് ഒരുപാട് ഷോർട്ട്സും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. മ്യൂസിക്കലി അവൻ എത്ര വേണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുണ്ട്. അപ്പം ഇവരെല്ലാം ഇൻപുട്സ് എടുത്തിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ സാർ, അപ്പം ഞാനത് ചോദിക്കാൻ പോലെയായിരുന്നു സൗണ്ടിന്റെ കാര്യം. സാറിന്റെ സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതെങ്ങനെയാണ് സാർ തീരുമാനിക്കുന്നത്? സാറിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഓരോ സീനിനും ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സാറിന്റെ മനസ്സിലുണ്ടാവുകയും അത് എഴുതി വെക്കുകയും അല്ലെങ്കിൽ ഒരു സൗണ്ട് സ്ക്രിപ്റ്റിംഗ് രൂപത്തിൽ ചെയ്യുകയാണോ, അതല്ല സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിൽ മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ ഇരുന്ന് ഓരോ സീനിനും ആവശ്യമായിട്ടുള്ള മ്യൂസിക് പറഞ്ഞു കൊടുത്ത് ഇത് ചെയ്യുകയാണോ ചെയ്യാറ്? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ സാറ് ചെയ്ത കുറെ സിനിമകൾക്ക് നർമ്മത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമകളായിരുന്നു, ഒരുപാട് കോമഡി സീനുകളുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കോമഡി ചില മ്യൂസിക് ഡയറക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് കോമഡി സീനിന് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനാണ് വളരെയധികം ബുദ്ധിമുട്ടെന്നുള്ളത്. കാര്യം അവിടെ അത് കറക്റ്റ് ആയിട്ട് സിങ്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ആ കോമഡി വർക്കൗട്ട് ആകില്ല, അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ആയിട്ട് പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ആവും. അപ്പൊ അതെങ്ങനെയായിരുന്നു സാർ ചെയ്തത്? ഓരോ സീനിനും ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ സാർ കൂടെ ഇരുന്ന് ഫുൾ ചെയ്തതാണോ, അതോ അതല്ല സംഗീത സംവിധായകൻ തന്നെ ചെയ്തതാണോ? അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ സാറിന്റെ സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയിട്ട്? ഇല്ല, കോമഡീനെ നമ്മൾ മ്യൂസിക് കൊണ്ട് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരന്തമായിരിക്കും. അതേ പറഞ്ഞു, യു ടു എൻഹാൻസ് എക്സ്പീരിയൻസ്. ഒരു ട്രാജഡീനെ വയലിൻ വായിച്ച് എൻഹാൻസ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. അതിനൊരു ആസ്വാദനത്തിന്റെ ലെവലിലോട്ട് ഉയർത്തുക എന്നുള്ളതാണ് മ്യൂസിക് ചെയ്യേണ്ടതെന്നാണ് എന്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടത് ഒരു സീനിനെ. അപ്പം മ്യൂസിക് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഞാൻ ട്രൈ ചെയ്യാറുള്ളത്, ഇപ്പോൾ നമ്മൾ സിനിമയുടെ പാട്ടുകൾ ചെയ്യുന്നുണ്ട്. ആ പാട്ടുകൾ സാധാരണഗതിയിൽ വെറുതെ ചെയ്യുന്ന പാട്ടുകളാവില്ല. ആ സിനിമയുടെ ഒരു തീമും ആ സിനിമയുടെ ഒരു സംഭവത്തില്ല പാട്ടുകളിൽ ഉണ്ടാവുക. അപ്പൊ പാട്ടുകളിലെ തീം യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് മ്യൂസിക്. അത് പാട്ടിന്റെ ചിലപ്പോൾ ഒരു പല്ലിയുടെ ട്യൂൺ ആവില്ല, ചിലപ്പോൾ അതിന്റെ അനുപല്ലവിക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു ട്യൂണായിരിക്കും. അതിന് എലിമെന്റ് ഉണ്ടാവും. ആ സിനിമയുടെ നല്ല മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടില്ല ചെയ്യുന്നത്, പാട്ട് ചെയ്യുന്നത്. അപ്പൊ അല്ലെങ്കിൽ പാട്ടും ആറാറൊക്കെ മാറി സിനിമയായിട്ട് അതിനൊരു ബന്ധം ഉണ്ടാവില്ല, രണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാട്ടുകളിലത്തെ എലിമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്, അതിന്റെ എലിമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ രാമന്റെ എന്നോടും ചെയ്തപ്പോൾ ഞാൻ ആദ്യം തന്നെ ബിജിബാലിനോട് പറഞ്ഞത്, ബിജി നമ്മൾ ചെയ്ത പടങ്ങളിലെല്ലാം നമ്മൾ പാട്ടിന്റെ എലിമെന്റ്സ് ഒരുപാട് യൂസ് ചെയ്തു. എനിക്കിതിൽ വേണ്ടത് പാട്ടിന്റെ എലിമെന്റ്സ് വേണ്ട, പാട്ടിന്റെ എലിമെന്റ്സ് ഇല്ലാതെ നമുക്ക് ട്രൈ ചെയ്യാം എന്നുകൊണ്ട് ഇപ്പൊ അതിന്റെ അല്ലെങ്കിൽ അപ്പൊ അതൊരു ഡയറക്ഷനാണ് നമ്മൾ മ്യൂസിക് ഡയറക്ടർ കൊടുക്കുന്നത്. എൻ്റെ ഒരു ഐഡിയ ആണ്, അയാളത് ബയ്യാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ കാരണം പറഞ്ഞു കൊടുത്തിരുന്നു, എൻ്റെ ആഗ്രഹം എന്തുകൊണ്ടാണ്. അപ്പം അതില് ഈ പറയുന്ന മാലിനി ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു സീനാണ് ടൈറ്റിൽസ് വരുന്നത്.
അപ്പൊ ടൈറ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ അകലെ ഒരു കാർഡിന്റെയൊക്കെയാണ് പ്ലേ ചെയ്യുക. പക്ഷെ പ്ലേ ചെയ്യുന്നത് വേറൊരു സാധനം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഓരോ സിനിമയ്ക്ക് ഓരോ രീതിയാണ്. മ്യൂസിക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ത്രില്ലടിപ്പിക്കാനുള്ള ഒരു സിനിമയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെയാണ്. ഇപ്പൊ പ്രേതം സീരീസിലൊക്കെ അങ്ങനെയാണ്, ഒരു ബഹളമാണ്. എന്നുവെച്ചാൽ ഒരു ഹൊറർ കോമഡി ഒക്കെയാണ് ട്രൈ ചെയ്യുന്നത്, ഒരു ഫെസ്റ്റിവൽ ഫിലിമൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ. അപ്പം അപ്പോൾ അതിൻ്റെ ഒരു താളം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മളാണ് ഇതിൻ്റെ ഒരു ഹോൾ സാധനം ഡിസൈൻ ചെയ്യണം, എന്നിട്ട് ആ ഐഡിയ ഒരാൾ ഷെയർ ചെയ്യും, അയാളതിനെ എൻഹാൻസ് ചെയ്യും. അങ്ങനെ പിന്നെ നമ്മൾ കേൾക്കുമ്പോൾ ചില സാധനങ്ങൾ നമുക്ക് വർക്കായില്ലെന്ന് തോന്നും, അപ്പൊ നമുക്ക് അതിനെ മാറ്റാം. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയാണ് വരാറുള്ളത്. ഓക്കെ സാർ. ചിലപ്പോൾ നമ്മൾ ഈ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടം കഴിഞ്ഞ് ആ സിനിമ കംപ്ലീറ്റ് ആയി അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടിരിക്കുകയാണ്, ആ സിനിമയുടെ റിലീസ് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഒരു സിനിമയുടെ പ്രൊമോഷൻ, ആ സിനിമയുടെ റിലീസ് തീയതി, റിലീസ് ചെയ്യുന്ന സീസൺ, ആ സിനിമയുടെ ട്രെയിലർ റിലീസ്, അങ്ങനെ പല കാര്യങ്ങളും വളരെയധികം പ്രധാനപ്പെട്ടതാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ മേഖല, അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ ഈ സാർ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്, പ്രൊഡ്യൂസറാണ്. അപ്പം സാർ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പ്രൊമോഷൻ, റിലീസ് ചെയ്യുന്ന തീയതി, റിലീസ് ചെയ്യുന്ന സീസൺ, അതിന്റെ ട്രെയിലർ റിലീസ്, ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം? അല്ല, എന്നെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോട് പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല, പക്ഷെ ഞാനിങ്ങനെയാണ്. അതായത് ഞാൻ സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ റിലീസ് ഡേറ്റ് ഞാൻ പറയാറുണ്ട്. ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഷൂട്ട് ഡേറ്റ് ഉണ്ടോ, അതിന്റെ റിലീസ് ഡേറ്റ് ഉണ്ടോ, ഞാൻ റിലീസ് ഡേറ്റിന് അനുസരിച്ചാണ് ബാക്ക്വേർഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് റിലീസ് ചെയ്യുന്നതിന്റെ ഒരു മാസം മുൻപെങ്കിലും, ഞാൻ കഴിയുന്ന 40 ദിവസം മുൻപൊക്കെ ഒരു ട്രെയിലർ ഇറക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതനുസരിച്ച് ഷൂട്ട് ചെയ്യണം. അപ്പോൾ പ്രൊമോഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അഗെയിൻ സിനിമ ഈസ് ലൈക്ക് എ പ്രൊഡക്റ്റ് അപ്പോൾ ഇത് ആളുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആളുകൾക്ക് ദേ ആർ സ്പോയിൽഡ് ടു ചോയ്സസ്. ഒരുപാട് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ പല രീതിയിൽ, പണ്ട് സിനിമ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതൊന്നുമില്ല. ഇപ്പം മദ്യപാനമാണ് ഇവിടുത്തെ നമ്പർ 1 എന്റർടൈൻമെന്റ്. അത് മുതൽ മദ്യപാനമാണ് നമ്പർ 1 എന്റർടൈൻമെന്റ്. കാരണം വൈകുന്നേരം കഴിഞ്ഞാൽ ഒരു കുപ്പി വാങ്ങിച്ച് അവിടെ നിന്ന് മദ്യപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് കേരളത്തിലെ ആൾക്കാർക്ക്, ഭൂരിപക്ഷം ആൾക്കാർക്ക്. അതിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് ഒരു തിയേറ്ററിൽ ഓളം വരെ പോയി ഒരു സിനിമ കാണാന്ന് പറയുന്നത് അതിനെ പ്രേരിപ്പിക്കേണ്ടവരെ. നീ മദ്യക്കുപ്പിയുടെ പൈസ ചെയ്യുന്ന മതി ഇതിനും ടിക്കറ്റിന്. അപ്പോൾ അവരങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരു സാധനം ആ സിനിമയിൽ ഉണ്ടാവണം. അതിനൊരു USP വേണം. ആ USP നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. ആ മാർക്കറ്റ് ചെയ്ത സാധനം ആൾക്കാർക്ക് മനസ്സിലാവണം. ഇതിന്റെ ശ്രമം എല്ലാ സിനിമയിലും ഒരുപോലെയാണ്. പക്ഷെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പ്രേതം എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ അതിന്റെ ടൈറ്റിലിന്റെ വാല്യൂ ഉണ്ട്, പെട്ടെന്ന് ആൾക്കാരിലോട്ട് എത്തി. ഇപ്പൊ ജയസൂര്യ മുട്ടടിച്ചു, അതൊക്കെ അതിലെ ഫാക്ടേഴ്സാണ് വരുന്നത്. ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ രാമന്റെ എന്തോടുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതിനേക്കാൾ കൂടുതൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ബട്ട് നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ സൂസു സുധിവാൽമി എന്ന സിനിമയ്ക്കും സെയിം കൂടുതൽ പണിയാണ് എടുക്കുന്നത്. ബട്ട് ദെൻ നോബഡി ഈസ് ഇൻട്രസ്റ്റഡ് ടു വാച്ച് ദ ഫിലിം ഫസ്റ്റ് ഡേ. പിന്നെ നമ്മളൊരു ഗംഭീര അഭിപ്രായം വരുമ്പോഴാണ് ആൾക്കാർ പോകുന്നത്. ഇപ്പം പുണ്യാള അഗർബത്തീസ് എന്ന് പറയുന്ന സിനിമ, അത് ഓഡിയൻസ് ഇസ് വെരി ഇന്റലിജന്റ് എന്നുള്ള എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ പുണ്യാള അഗർബത്തീസ് എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ എന്റെയും ജയസൂര്യയുടെയും ഏറ്റവും മോശം സമയത്താണ് സിനിമ വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കരിയർ. ജയസൂര്യയുടെ സ്റ്റാർഡം വളരെ മോശമാണ്. ഞാൻ ആസ് എ ഡയറക്ടറും സക്സസ്ഫുൾ അല്ല. ആ സമയത്താണ് ആ സിനിമ വരുന്നത്. ആ സിനിമയ്ക്കൊരു ഇനീഷ്യൽ ഞങ്ങളെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. ആ സിനിമയെ കാണാൻ പോലൊരു കാര്യമില്ല അവർക്ക്, പ്രേക്ഷകർക്ക്. പക്ഷെ അതിന്റെ ട്രെയിലറും പാട്ടൊക്കെ കണ്ടപ്പോൾ അവർ കാണണം തോന്നി. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ വർഷം എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമ ഓഫ് കോഴ്സ് മമ്മൂട്ടിയും പല കാര്യങ്ങളും വെച്ചിട്ട് ആ സിനിമയ്ക്ക് വളരെ വലിയ ഇനീഷ്യലൊക്കെ വന്ന സിനിമയാണ്. കുറെ നാൾ കൂടി മമ്മൂക്കയുടെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് എല്ലാം കൂടെ അങ്ങനെ ഇനീഷ്യൽ സിനിമ. അത് കഴിഞ്ഞ് സൂസു സുധിവാൽമീകർ എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ എൻ്റെ നല്ലൊരു സമയത്താണ് ആ സിനിമ. ഞാൻ 2 വലിയ സക്സസ്ഫുൾ സിനിമ ഉണ്ടാക്കി. എൻ്റെ ഒരു സിനിമയ്ക്ക് ഒരു ഓഡിയൻസ് ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ? നമ്മൾ തെറ്റിദ്ധരിക്കും. അനുഭവമാണ് നമ്മൾ പഠിപ്പിക്കുക. ഓഡിയൻസ് ഉണ്ടാവേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആദ്യം പോയി കാണണം, അവരാണ് ഓഡിയൻസ്. പിന്നെ കഴിയുമ്പോൾ സിനിമ പോയി. ദാറ്റ് ഇസ് വെയർ ദ പ്രോബ്ലം. അപ്പം ഞാനും ജയസൂര്യനും കൂടി മുമ്പ് ചെയ്ത സിനിമ സൂപ്പർ ഹിറ്റ് ആണ്, പുണ്യാള അഗർബത്തീസാണ്. അപ്പൊ എന്നാൽ സൂസു സുധിവാൽമീകും നല്ല ട്രെയിലർ, ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള സബ്ജക്ട്, നല്ല പാട്ടുകൾ അല്ലേ? എന്നിട്ട് ആ സിനിമ കാണാൻ ആരും വന്നില്ല ആദ്യ ദിവസത്തിൽ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്?
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് ടു ഡു വിത്ത് ദ ടേസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പൊ ബേസിക്കലി വാട്ട് ദേ വാണ്ട് ഇസ് എന്റർടൈൻമെന്റ്. അപ്പൊ എന്റർടൈൻമെന്റ് അല്ല എന്നറിയാവുന്ന ഒരു സിനിമ ഒരു കാണാൻ പോകണമെങ്കിൽ ഒരു അത്ര അഭിപ്രായം കേൾക്കും, അത് ആരെങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ എന്റർടൈൻമെന്റ് അവർക്ക് കിട്ടുകയും അത് കിട്ടി കഴിഞ്ഞാൽ പിന്നീട് ആ സിനിമ നല്ല രീതിയിൽ വന്നേക്കാം. ഇപ്പൊ അതേസമയം ഞാൻ മേരിക്കുട്ടി എന്നുള്ള സിനിമ കണ്ടപ്പോൾ എന്നൊക്കെ ഞെട്ടിച്ച് ഇനീഷ്യൽ എടുത്ത സിനിമയാണ് ആ സിനിമ. ആ സിനിമ ഇനീഷ്യൽ കണ്ടേ ഞെട്ടിപ്പോയി. ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ മാനേജർ പറഞ്ഞു ഇത്ര രൂപ ഫസ്റ്റ് ഡേ വന്നാൽ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഇരട്ടി വന്നു. അതിന് ഒരുപാട് കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഡ്രൈ സീസൺ കഴിഞ്ഞിട്ട് ആ സിനിമ റിലീസ് ചെയ്തു. ഒരു മാസമായിട്ട് സിനിമയില്ല തിയേറ്ററിൽ. അത് കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്നൊരു സിനിമ വരാണ്. അപ്പം ഒരു ജയസൂര്യ ഒരു ട്രാൻസ്ജെൻഡറായിട്ടൊക്കെ അഭിനയിച്ചിരിക്കുന്നു, കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ട് ആ സിനിമ എടുത്തിട്ട്, അന്ന് കണ്ടു കളയാം എന്ന് നോക്കുന്നതാണ്. അപ്പൊ അതിന്റെ കളക്ഷൻ വൈസ് അതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ മേരിക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ സൂസൂസി വാൽവിന്ന് കിട്ടണമെങ്കിൽ ഒരാഴ്ച എടുക്കും. ഫസ്റ്റ് ഡേ കളക്ഷനാണ് പറയുന്നത്. അപ്പം ഞാൻ മേരിക്കുട്ടിയുടെ 3 ഡേ കളക്ഷൻ ആയിരിക്കും സൂസുസുതിയുടെ ലൈഫ് ടൈം കളക്ഷൻ. അപ്പം അങ്ങനെയൊക്കെയാണ് അതിന്റെ ബിസിനസ് ഭയങ്കര ട്രിക്കിയാണ്. അപ്പം റിലീസ് ഡേറ്റ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനൊന്നും നമ്മുടെ കയ്യിലൊന്നും അല്ലത്. ഇത് നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ല ഒരു സിനിമയ്ക്ക് ഒരു യോഗമുണ്ട് എന്നുള്ളതാണ്. അപ്പം സിനിമയുടെ ഒരു മാജിക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സിനിമ റിലീസ് ചെയ്യണം. ഇന്നലെ വരെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ആൾ സിനിമ റിലീസിനോട് ഏറ്റവും വലിയ മണ്ടനാണ്. 2 മണിക്കൂറുണ്ട്. ഏറ്റവും വലിയ മണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. അപ്പം ഇറ്റ്സ് വെരി ടെമ്പററി. സോ നമ്മളത് കോപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ പലപ്പോഴും 10 വർഷമായിട്ട് സിനിമ ചെയ്യുന്നുണ്ട്, പല സ്ഥലത്തും പോയില്ലേ, ആൾക്കാരെ കാണില്ലേ. അപ്പൊ എന്നോട് എല്ലാവരും പറയും ഇവന് വെച്ചൊരു സിനിമ ചെയ്യുള്ളൂ, ഇത് അടിപൊളിയാണ്. ഓക്കെ, ഞാൻ 6 മാസം വീണ്ടും ആ സ്ഥലത്ത് വീണ്ടും വേറെ സ്ഥലത്ത് ഇതേ ആളെ കാണുമ്പോൾ അയ്യോ അവനെ ചെയ്യണ്ട കേട്ടോ, അവൻ എന്തൊരു ബോറാണ്, ഭയങ്കര കുഴപ്പമാണ് ഇത്. ദാറ്റ് ഈസ് ദ ഓഡിയൻസ്. അപ്പൊ ഇയാളുടെ മാനസികാവസ്ഥ, ഈ പെർട്ടിക്കുലർ പറഞ്ഞ ആളുടെ മാനസികാവസ്ഥ നോക്കൂ. അയാൾ അന്നും ഇന്നും ഒന്നാണ്, പക്ഷെ അയാളെ ആൾക്കാരെ ഇങ്ങനെ നോക്കിക്കാണും. വി ആർ ഓൾ ജഡ്ജ്ഡ് ബൈ ദ പീപ്പിൾ. അതിന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. അപ്പൊ സി വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ആസ് ടു മൂവ് അലോങ്, നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ ശ്രമിക്കുക, നമ്മൾ നമ്മളെ കണ്ടെത്താൻ ശ്രമിക്കുക, നമ്മളുടെ ക്രാഫ്റ്റിനെ നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക, അത് ഉള്ള വർക്കുകൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, ഓഡിയൻസ് മുന്നിൽ എത്തിക്കുക. ദെൻ ഓഡിയൻസ് പറയുന്നതിനും നമ്മൾ കൺട്രോൾ ഇല്ല. അതിനകത്ത് എനിക്കിത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നാറുണ്ട്. ഇത്രയും 6 മാസം കൊണ്ട് ഒരു മനുഷ്യൻ ഇത്രയും വെറുക്കപ്പെട്ടവനും ഇത്രയും സ്നേഹിക്കപ്പെടുന്നവനും ആവാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അതിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ ജീവിതം ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ പോയി നമ്മളതിനെ ശീലിക്കണം. ടു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്. അത് ഫിലിം മേക്കർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടേഴ്സ് രണ്ടുപേർക്കും, സ്പെസിഫിക്കലി ഫിലിം മേക്കർക്കും ആക്ടർക്കും അവരെയാണ് അത് ബാധിക്കുന്നത്, മറ്റാരേക്കാൾ കൂടുതലായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ റിലീസ് ടൈമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർ, അപ്പൊ നമ്മളിപ്പോ ഒരു വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും, അത് എല്ലാ തൊഴിൽ മേഖലകളും. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ ഒന്നാണ് സിനിമാ മേഖല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് OTT പ്ലാറ്റ്ഫോമുകളുടെ ഒരു കടന്നുവരവ്. OTT പ്ലാറ്റ്ഫോമുകൾ അതിൽ മാത്രം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാകുന്നു, അതിനുവേണ്ടി മാത്രം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതൊരു വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ OTT സിനിമകൾക്ക് തിയേറ്റർ സിനിമകളിൽ നിന്നും എന്തൊക്കെയാണ് സാറിന്റെ കാഴ്ചപ്പാടിലെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്ന രീതിയിൽ എന്തെങ്കിലും അധികമായിട്ടുള്ള സ്കിൽ ആവശ്യമുണ്ടോ? ഒരു തിയേറ്റർ സംവിധായകൻ ഒരു OTT സംവിധായകനായി മാറുമ്പോൾ എന്തെങ്കിലും അധികമായിട്ടുള്ള സ്കില്ലുകൾ ആവശ്യമുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതിനെ പറ്റിയിട്ടത് പറയാം. അതെനിക്ക് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് എന്നെ സംബന്ധിച്ച് സത്യം എന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് മാത്രമാണ്. ദാറ്റ് ഇസ് എ ട്രൂത്ത്. ഇത്ര രൂപ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സത്യം. മനസ്സിലായോ? ഇപ്പൊ ഒരു സിനിമ ഒരു ചാനൽ ടെലികാസ്റ്റ് ചെയ്തു, ഒരു TRP റേറ്റിംഗ് ഇത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ സത്യമാണ്. ബിക്കോസ് അത് എത്രമാത്രം കുറച്ചൊക്കെ കറപ്റ്റഡ് ഒക്കെ ആണെങ്കിൽ പോലും കുറേയൊക്കെ ശരിയായിരിക്കും, കുറെ നാൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് അല്ലേ. അപ്പം ഈ OTT ഫിലിം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, തിയേറ്റർ ഫിലിമിന് എന്ത് ഡിഫറൻസ് ആണ് അതിന് വേണ്ടി? രണ്ടും ഒന്നല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എങ്ങനെയാണത് ഡിഫറെൻ്റ് ആവുന്നത്? അത് OTTക്ക് വേണ്ടി നമുക്ക് എങ്ങനെ മറ്റൊരു സിനിമ ഉണ്ടാക്കേണ്ട? പിന്നെ അത് തുറന്നു തരുന്ന സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി can you make a film? നമുക്ക് ഒരുപക്ഷെ തിയേറ്ററിൽ ചെയ്യാൻ പറ്റാത്തൊരാശയം അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണം, ഇപ്പൊ See You Soon എന്ന് പറഞ്ഞ സിനിമ, ഇപ്പം
ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് 4 സ്ക്രിപ്റ്റാണ് ആദ്യം ട്രൈ ചെയ്തത്. അതിലൊന്ന് സീസൺ പോലത്തെ ഫോർമാറ്റിലുള്ള സിനിമ. അത് എന്ന് പറഞ്ഞാൽ അതൊരു ജോണറാണ്. അത് ആ ജോണറിൽ ആരും ട്രൈ ചെയ്തിട്ടില്ലെന്നുള്ളൂ. സെർച്ചിങ് അതുപോലുള്ള ആ ജോണറിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, അൺഫ്രണ്ടഡ് അങ്ങനെ. അപ്പോൾ എനിക്ക് കുറച്ചായിട്ട് ആഗ്രഹമാണ് ആ ജോണറിൽ സിനിമയാണ്. അപ്പോൾ എനിക്ക് ഇതൊരു അവസരമാണ്. അങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാകും, മേഡ് സ്ക്രിപ്റ്റ്. എനിക്കറിയില്ല സീസൺ ഇങ്ങനത്തെ ഒരു സിനിമയാണോ ട്രൈ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ഞാനത് ഒരുപാട് ക്യാമറമാനോട് ഡിസ്കസ് ചെയ്തിരുന്നു, അതെങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എഫക്റ്റീവ്. പിന്നെ അത് ഞാൻ തന്നെ അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് വിട്ടതാണ്. കാര്യം എനിക്ക് മനസ്സിലായിട്ട് മോർ ഓഫ് എൻ എഡിറ്റേഴ്സ് ഫിലിം. സോ ഐ തിങ്ക് മഹേഷ് ഡിഡ് എ വണ്ടർഫുൾ ജോബ് വിത്ത് ദാറ്റ് ഫിലിം. എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പ്രോബ്ലി എൻ്റെ സ്ക്രിപ്റ്റ് ചിലപ്പോൾ കുറച്ചുകൂടി നല്ലതായിരുന്നില്ല, എനിക്കറിയില്ല. പക്ഷേ അത് ഷൂട്ട് ചെയ്ത് കുറെ വെർച്വൽ സിനിമാറ്റോഗ്രഫി ഒക്കെ വേണ്ട പരിപാടിയാണ്. ഇപ്പോൾ ഒരു എഡിറ്ററുടെ കയ്യിലാണ് ആ സിനിമ, അത് മോർ ദാൻ ഫിലിം മേക്കർ. അതുകൊണ്ടാണ് ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ അതുപോലെ വേറെ 2-3 ജോണർ ഓഫ് ഫിലിംസ് ഉണ്ട് നമുക്ക് എൻ്റെ അറിവിൽ അങ്ങനെ OTT ചെയ്യാൻ പറ്റുന്നത്, വിച്ച് കനോട്ട് ബി മെയ്ഡ് ഇൻ തിയേറ്റേഴ്സ്. തിയേറ്ററിൽ പോയിട്ട് ആൾക്കാർ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള, എന്നാൽ ഒരു ആസ് എ ഫിലിം അതിനൊരു പ്രസക്തിയുള്ള, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലിം അവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു OTT തുറന്നു തരുന്ന ഒരു സാധ്യത അതാണ്. ദെൻ ദർ ഇസ് നോ കമേഴ്ഷ്യൽ പ്രഷർ എന്ന് നമുക്ക് തോന്നും, പക്ഷേ ദർ ഇസ് മോർ കമേഴ്ഷ്യൽ പ്രഷർ എന്നുള്ളതാണ് സത്യം. ഇത് ഞാനൊരു OTT വന്ന സമയത്ത് ഞാനൊരു ബ്ലോഗ് എഴുതിയിരുന്നു, വേർ ഡസ് ഇൻഡിപെൻഡന്റ് സിനിമ ഹാപ്പൻ എന്നുകൊണ്ട് ഞാനൊരു ബ്ലോഗ് എഴുതിയിരുന്നു. ആ ബ്ലോഗിൽ ഞാൻ പറഞ്ഞ ഉത്തരം, ഇൻഡിപെൻഡന്റ് സിനിമ നമുക്ക് പെട്ടെന്ന് തോന്നും സംഭവിക്കുന്നത് OTT പ്ലാറ്റ്ഫോമിലാണെന്ന് നമുക്ക് തോന്നും. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരം വെച്ച് തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ട് സാധനം ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ തോന്നും അതാ ഫിലിം ഫെസ്റ്റിവലാണ് നടക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ എൻ്റെ ഉത്തരം, ഇൻഡിപെൻഡന്റ് സിനിമ സംഭവിക്കുന്ന തിയേറ്ററുകളിൽ മാത്രമാണ്. കാരണം OTT പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ദേ ആർ ഡൂയിങ് ബിസിനസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലഗാൻ എന്നുപോലെ സ്ക്രിപ്റ്റുമായിട്ട് OTT പ്ലാറ്റ്ഫോമിൽ പോയി ചിലപ്പോൾ എടുക്കില്ല. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴും തിയേറ്ററിലാണ്. സിനിമയുടെ മാജിക്കിൽ നമുക്ക് വിശ്വാസം വരുന്ന തിയേറ്ററിലാണ്. ഇപ്പോൾ ഇന്നും നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു സിനിമ അത്ര ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകുമ്പോൾ ദർ ഇസ് എ മാജിക് ഓഫ് സിനിമ. ആ സിനിമ ആ മാജിക് തിയേറ്ററിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. മറ്റെല്ലാം പ്ലാൻഡ് ആണ്. വാട്ട് ഇസ് പ്ലാൻഡ് ഡിഡ് യു അച്ചീവ് ഇറ്റ്. ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഞാൻ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെയാണ് യു ആർ വർക്കിംഗ് ടു എ ടാർഗറ്റ്, ഡു യു അച്ചീവ് ഇറ്റ്, ഡു യു അച്ചീവ് ദ നമ്പേഴ്സ്, ഡു യു അച്ചീവ് ദ ടൈം, ഡു യു ഡെലിവർ ദ പ്രൊഡക്റ്റ്. ദ മാജിക്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ സിനിമ, ദർ ഇസ് എ മാജിക് ഓഫ് സിനിമ. ആ സിനിമ അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല. But the magic happened on screen. ഇപ്പോൾ പുണ്യാള അഗർബത്തി എന്ന സിനിമ ഞാൻ തൃശ്ശൂരിൽ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് ഇമോഷൻസ് വളരെ കുറവുള്ള ആളാണ്. എന്നാലും എനിക്ക് എവിടേക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു. സിനിമ കണ്ടല്ല, അത് ആളുകൾ അവിടെ ഇരുന്ന സിനിമ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് വളരെ അപൂർവമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത് ദാറ്റ് ഇസ് എ മാജിക് ഓഫ് സിനിമ. ആ മാജിക് ഓഫ് സിനിമ തിയേറ്ററിൽ മാത്രമേ ഉണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന ലഗാനോ എല്ലാം ഇവർ ഔട്ട്റൈറ്റ് റിജക്ട് ചെയ്യുന്നതായിരിക്കും. കാരണം OTT പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അവർക്ക് വേണ്ടത് മലയാളത്തിൽ ഒരു കോമഡി സിനിമയാണ്. ഇതാണ്. അപ്പോൾ ഒരാൾ ഔട്ട്സ്റ്റാൻഡിംഗ് ത്രില്ലറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇല്ല, ദർ നോട്ട് ഇൻട്രസ്റ്റഡ്. ബിക്കോസ് അവർക്കിപ്പോൾ 4 ത്രില്ലർ ഓൾറെഡി ചെയ്തില്ല. പക്ഷേ സിനിമയിൽ കഴിഞ്ഞ ആഴ്ച ത്രില്ലർ വന്നു, സൂപ്പർ ഹിറ്റ് ആണ്. അടുത്ത ആഴ്ച വീണ്ടും ത്രില്ലർ വരാം. 5-ാം പാതിര വന്നു, അടുത്ത ആഴ്ച ഫോറൻസിക് വന്നു, രണ്ടും സൂപ്പർ ഹിറ്റ് ആവും. അത് OTT സംഭവിക്കില്ല. OTT ആ ബഡ്ജറ്റ് ഉണ്ടാവില്ല. They will try for different genres. So independent cinema എന്നെ സംബന്ധിച്ച് it is happening only in theaters, but then OTT has actually opened up a path. It is a difficult path. It is a path which we should, carefully tread. അത് നാളത്തെ സാധ്യതകൾ തന്നെയാണ്. പക്ഷെ അത് മലയാളം എന്ന് പറഞ്ഞ ഭാഷയിൽ അതിന്റെ സാധ്യത എന്താണെന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ബിക്കോസ് മലയാളം, സിൻസ് ഐ എം പ്രൊഡ്യൂസർ, ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സ് ആയിട്ടും അല്ലെങ്കിൽ ആമസോണായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന വളരെ പണ്ട് തൊട്ടേ അവരുടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ലോജിക്, ഇപ്പം ഞാൻ ഒരു ബിസിനസ്സും കൂടി ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സിന്റെ ആൾക്കാർ എന്നോട് 2018 വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത് 37,000 മലയാളികളാണ് നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു മലയാള സിനിമ എടുത്ത 37,000 പേര് കാണുന്നതാണ് ഒരു പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ബഡ്ജറ്റിൽ അവർക്ക് വെക്കാൻ പറ്റും അല്ലേ? അത് അന്നാണ്, ഇപ്പൊ കൂടി ഉണ്ടായിരിക്കാം ഈ ലോക്ക്ഡൌണിനൊക്കെ ആയപ്പോൾ. അപ്പം അപ്പൊ എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം എന്നെ പോലെ ഫിലിം മേക്കർക്ക് തരുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സിനിമയുടെ ബഡ്ജറ്റ് ഇടുമ്പോൾ, ഇപ്പോൾ OTTക്ക് മുന്നേ ഇടുമ്പോൾ, നമ്മൾ OTTന്ന് നമ്മൾ കിട്ടുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു 15% സിനിമ ടോട്ടൽ ബിസിനസ്. മനസ്സിലായോ? അതിപ്പോൾ OTT കൊണ്ടൊരു സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ 15% സിനിമ ഉണ്ടാവും. പിന്നെ OTT റിലീസിന്റെ കുറച്ച് കൂടുതൽ അവർ തന്നപ്പോൾ 20%.
അതേ ഉള്ളൂ. ആ 20% ആ സിനിമ ഉണ്ടാക്കുമ്പോൾ തന്നെയും ഒരു ക്ലിക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അതൊരു ഹോളിവുഡ് ഫിലിമാണ്, ഒരു ക്ലിക്ക് ഇപ്പുറത്ത് ഒരു ഹിന്ദി ഫിലിമാണ്. ഇത് രണ്ടും ഇതിന്റെ 100-10,000 ഇരട്ടി ബഡ്ജറ്റിലായിരിക്കും. അപ്പൊ ഇതിനോട് മാച്ച് ചെയ്യുന്ന ഒരു സാധനം അവിടെ ഉണ്ടാക്കണം. അതായത് ക്വാളിറ്റി വൈസ്, കണ്ടന്റ് വൈസ് എല്ലാം. അപ്പം അതുണ്ടാക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല. അപ്പം അതിനെങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ച് കൂടുതൽ ഒരു ശൈശവ ദിശയിലുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വരും വർഷങ്ങളിൽ അത് കൂടുതൽ എന്താ പറയാ മെച്യൂർ ആവും. പക്ഷേ ഐ ഹോപ്പ് അത് മലയാളം പോലത്തെ ഒരു ഭാഷയിലൊക്കെ അതിന് സാധ്യത വരണമെങ്കിൽ മലയാളത്തിലേക്ക് ഐ ഹോപ്പ് ഈ മനോരമ മാക്സ് പോലത്തെ പ്ലാറ്റ്ഫോം ഒക്കെ നന്നായി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് അങ്ങനെ പ്ലാറ്റ്ഫോം വന്നാൽ മാത്രമേ മലയാളത്തിനോടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഇപ്പം മറ്റവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാതാൾ ലോക് എന്ന് പറഞ്ഞ വെബ് സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ വെൻ യു ആർ മേക്കിംഗ് എ ഫിലിം ഫോർ OTT, അത് സ്റ്റാർസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. വി ആർ ഇൻവെസ്റ്റിംഗ് ഓൺ ദ ക്വാളിറ്റി ഓഫ് കണ്ടന്റ്, ഓൺ എഴുത്തുകാർക്ക് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം, കൂടുതൽ സമയം എഴുതാൻ കൊടുക്കാം, മേക്കിങ്ങിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാതാൾ ലോക് എന്ന് പറഞ്ഞ വെബ് സീരീസ് ഹിന്ദിയിൽ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് മലയാളത്തിൽ ഒരു പാതാൾ ലോക് ഉണ്ടെങ്കിൽ അത്ര തന്നെ പൈസ വേണം. ഞാൻ ഈ പൈസ എടുത്ത് ഒരു താരത്തിന് കൊടുക്കുന്നതല്ല. പാതാൾ ലോകിലും താരങ്ങളില്ല. അപ്പൊ എനിക്ക് മലയാളത്തിൽ അത് ഉണ്ടാക്കണമെങ്കിൽ ഐ നീഡ് ഗുഡ് ആക്ടേഴ്സിന് അവരായിട്ടുള്ള പൈസ കൊടുക്കണം. പക്ഷെ എനിക്ക് പാതാൾ ലോകിന്റെ തന്നെ ഒരു ബഡ്ജറ്റ് വേണം മലയാളത്തിൽ അതുപോലെ ഒരു വെബ് സീരീസ് ഉണ്ടാക്കണം. പക്ഷെ ഒരിക്കലും തരാൻ പറ്റില്ല. കാരണം ഞാൻ പാതാൾ ലോക് ഹിന്ദി വെബ് സീരീസ് ആയിട്ട് ഞാൻ കണ്ടു കേരളത്തിൽ ഇരുന്നുണ്ട്. തിരിച്ച് സംഭവിക്കുമോ? ഇല്ല. ഒരു ഹിന്ദിക്കാരനിരുന്ന് ഈ മലയാളം കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പരിമിതികളുണ്ട് ആ പ്രസ്ഥാനത്തിന് തൽക്കാലം. അപ്പൊ അതൊക്കെ പതുക്കെ റൈപ്പായി. ഇപ്പോ തെലുങ്കിൽ ഇപ്പൊ ആഹ എന്ന് പറഞ്ഞൊരു സാധനം വന്നു, മറാത്തിയിലല്ലേ, മറ്റേ ബംഗാളിയില് ഇപ്പൊ ഹോയ്ചോയ് ഉണ്ട്. അപ്പം ആ പ്ലാറ്റ്ഫോംസ് ഒക്കെ ആ പെർട്ടിക്കുലർ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ളതാണ്, ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതൊക്കെ മലയാളം ചാനലല്ലേ ഏഷ്യനെറ്റ്, മലയാളം ചാനലല്ലേ സൂര്യ. അതുകൊണ്ടല്ലേ നമുക്ക് അവിടെ മലയാളം സിനിമ കാണിക്കാൻ പറ്റുന്നത്. അത് എല്ലാ ഭാഷയും കാണിക്കുന്ന ഒരു സിനിമ അവിടെ മലയാള സിനിമയിൽ സാധ്യത കുറവില്ല. തൽക്കാലം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇതൊക്കെ. അപ്പം ആ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ഡെവലപ്പായി ലോക്കൽ കണ്ടന്റിലോട്ടൊക്കെ വരുമ്പോൾ പിന്നെ ഇപ്പൊ OTT സിനിമ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഭയങ്കര അപകടത്തിലേക്കാണ് പോകുന്നത് എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം ബിക്കോസ് ഐ നോ ദീസ് പീപ്പിൾ എന്നുള്ളതുകൊണ്ട്, പേഴ്സണലി അറിയാവുന്നതുകൊണ്ട്, അവര് അങ്ങനെ ദേ ആർ നോട്ട് കമ്മീഷനിങ് എനി പ്രോജക്ട്സ്. ഇതിപ്പോൾ എടുത്ത് OTT കാണിക്കുക എത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യുന്നില്ല സിനിമ. മേ ബി ഓഡ് എക്സെപ്ഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അത്രയും വാല്യൂ ഉള്ള പ്രോജക്റ്റും അത്രയും പരിചയമുള്ള പ്രൊഡ്യൂസറും ഒക്കെ ആണെങ്കിൽ ഹാൻഡ്ഫുൾ, അത്ര പോലും ഇല്ല. പക്ഷെ ബാക്കിയെല്ലാം വി ഹാവ് ടു ആക്ച്വലി മേക്ക് ദ കണ്ടന്റ്, ഗിവ് ഇറ്റ് ടു ദം, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ എടുക്കുന്നുള്ളതാണ്. റീജിയണൽ കണ്ടന്റിന് വേണ്ടി അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലേക്ക് വേണം എടുക്കാൻ. എന്താ വെച്ചാൽ ഇതിപ്പോൾ എടുക്കാം, അങ്ങനെ അവിടെ കൊണ്ടുകൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ നല്ലത്. ഇനി അങ്ങനെ അതിനൊരു നല്ല സിനിമ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ, നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഓക്കെ സാർ, അപ്പം സാറ് ഈ തിരക്കഥാരചനയെ കുറിച്ചും സംവിധാനത്തെ കുറിച്ചും പ്രീ പ്രൊഡക്ഷൻ, ചിത്രീകരണം, പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് വളരെ മനസ്സുറന്ന് സാർ സംസാരിച്ചു. അപ്പൊ എനിക്ക് സാർ അവസാനമായി സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാർ പറയുകയുണ്ടായില്ലേ ലോക്ക്ഡൌൺ സമയത്ത് ഏകദേശം 4 സ്ക്രിപ്റ്റുകൾ സാർ എഴുതി. സാറിന്റെ ഭാവി പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഉടനെ തുടങ്ങാൻ പോകുന്ന പ്രോജക്റ്റ് അതിനെ പറ്റൊന്ന് പറയാമോ? എനിക്കറിയില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. ബിക്കോസ് സി, നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചിലവാവാത്തൊരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് പറയുമ്പോൾ ആൾക്കാർക്ക് പല രീതിയിൽ തോന്നാം, അത് വളരെ ലോക്കൽ ഭാഷയായി പോകുന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇത് ഇറ്റ്സ് അപ്ലിക്കബിൾ ടു എനി കൈൻഡ് ഓഫ് ഫിലിംസ്. എല്ലാ സിനിമയും വിൽക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ സ്വയം ഉദ്ധരിക്കാനോ ആൾക്കാരെ ഉദ്ധരിക്കാനോ ലോകത്തൊരാൾ പോലും സിനിമ ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. യു കൻ അനലൈസ് ഇറ്റ് യുവർസെൽഫ്. ഇപ്പോൾ ഒരു അക്കാഡമിക് ഫിലിം ഉണ്ടാക്കുന്ന ആളും അത് ഫിലിം ഫെസ്റ്റിവലിൽ കാണിക്കണം എന്ന് ചോദിച്ചില്ല ഉണ്ടാക്കുന്നത്, അവാർഡ് കിട്ടണം എന്ന് ചോദിച്ചില്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്വയം ഉദ്ധരിക്കണം, ആളുകൾ ഉദ്ധരിക്കണം എന്ന് ചോദിച്ചിട്ടല്ല അത് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്നെപ്പോലെ ആൾക്കാരുണ്ടാക്കുന്നത് അത് തിയേറ്ററിൽ വന്നിട്ട് ഓടണം, ആൾക്കാർക്ക് ഒരു 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ ദേ ഷുഡ് ഗെറ്റ് വാല്യൂ ഫോർ ദിയർ മണി എന്ന് വിചാരിച്ചിട്ടാണ് എന്നെപ്പോലെ ആൾക്കാർ സിനിമ ഉണ്ടാക്കുന്നത്, അല്ലേ? ഇതല്ലാതെ ആർട്ട് ഫോർ ആർട്സ്, ഒരു പെയിന്റിംഗ് വരയ്ക്കുന്ന പോലെ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും വളരെ കുറവായിരിക്കും. ഉണ്ടായിരിക്കാം, ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ. ഇപ്പോഴത്തെ ലോകത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. സോ എവറിത്തിങ് ഈസ് ഓൺ സെയിൽ. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ ഉണ്ടാക്കി,
ഉണ്ടാക്കി എന്ത് ചെയ്യും എന്ന് പറയുന്ന വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. കാരണം വി ആർ ഗോയിങ് ത്രൂ എ വെരി ഡാർക്ക് ഫേസ് വിച്ച് ഇസ് എ റിയാലിറ്റി. സിനിമയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് കൊണ്ട് ഏറ്റവും എഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി തീർച്ചയായും ടൂറിസമാണ്. നമ്പർ 2 സിനിമ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്പർ 1 സിനിമയും മാറും. ബിക്കോസ് ടൂറിസം വിൽ പിക്കപ്പ്. ആൾക്കാർക്ക് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കോവിഡിന് അടുത്ത കാലത്തൊന്നും സൊല്യൂഷൻ ഇല്ല. ദാറ്റ് ഇസ് റിയാലിറ്റി. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പ്രാക്ടിക്കൽ റിയാലിറ്റിയാണ്. ഇപ്പൊ 2021 കോവിഡിന് ഒരാൾ വാക്സിൻ കണ്ടുപിടിച്ചു നിൽക്കുക. ഇന്ത്യ പോലെ രാജ്യത്ത് മിനിമം 1 വർഷമോ 2 വർഷമോ ഡിബേറ്റ് ചെയ്യാതെ നമ്മൾ കുത്തിവയ്ക്കാൻ സമ്മതിക്കും. നമ്മൾ സുപ്രീം കോടതി ഇപ്പൊ ദുബായിലെ രാജാവ് കുത്തിവയ്ക്കാൻ പറഞ്ഞ് കുത്തിവെച്ചു കഴിഞ്ഞു, പ്രശ്നമില്ല. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് പ്രഷർ കൊണ്ട് കുത്തിവെച്ചാൽ മരിച്ചു പോകും, ഇപ്പം മാസ്ക് വെച്ച് നടന്നാൽ മതിയില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വരെ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് കേസ് പോകും. വേണ്ടവർ കുത്തിവെച്ചാൽ മതി, വേണ്ടവർ കുത്തിവെക്കേണ്ട. ഒരാൾക്ക് അസുഖം വന്നാൽ നിലനിൽക്കുമല്ലോ അസുഖം. പിന്നെ ഇതിന് സൊല്യൂഷൻ വേണമെങ്കിൽ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നൊരു സംഭവമുണ്ട്. ലോകത്തിന് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക. അത് പണ്ടത് ഈസിയായിരുന്നു. ഇപ്പം ഈ ലോകത്തിൽ പകരുന്നതിന് എന്തുകൊണ്ടാണ്? പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ദുബായിൽ നിന്ന് വരുന്നതിനോട് അത്ഭുതമായിരുന്നു. ഇപ്പം ഞാനൊക്കെ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് രാത്രി ദുബായിൽ തിരിച്ചു വന്നിട്ടുള്ള അനുഭവം. ലോകം അങ്ങനെ മാറിയിരിക്കുന്നു. ഇപ്പം അമേരിക്കയിൽ പോകുന്ന സംഭവമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് ആൾക്ക് ടക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോകുന്ന ഇന്ത്യയിൽ അങ്ങനെ അത് പകരുന്ന എത്ര പെട്ടെന്ന്. പണ്ട് ആ ആക്സസിബിലിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഈസി അല്ല ലോകത്തിന്. ലോകം അത്രയും പൊല്യൂട്ടഡുമാണ്. പണ്ടത്തെ പോലെ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. അപ്പോൾ വി ആർ ആക്ച്വലി ലുക്കിംഗ് അറ്റ് എ വെരി ഗ്രിം ഫ്യൂച്ചർ ഫോർ ദ നെക്സ്റ്റ് വെരി ഫ്യൂ ഇയേഴ്സ് ഇൻ ടേംസ് ഓഫ് സിനിമ. ഇപ്പം തിയേറ്റർ തുറക്കുമായിരിക്കാം. തുറന്നാൽ പോലും എനിക്ക് ഒരു സിനിമ എടുത്തിട്ട് ഞാൻ തന്നെ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോകാൻ പോകുന്നില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരാളോട് പറയാൻ പറ്റും നിങ്ങൾ പോയി കാണുന്നു. കാരണം അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ മാസ്ക് വെച്ചിട്ട് കാണണം. പകുതി പേര് മാസ്ക് വെക്കില്ല. ഒരാൾ തുമ്മി കഴിഞ്ഞാൽ AC-യുടെ അറ്റ്മോസ്ഫിയറിൽ എല്ലാവർക്കും അസുഖം വരും. ഇതൊക്കെ റിയാലിറ്റിയാണ്. അപ്പൊ അല്ലെങ്കിൽ അവിടെ ക്രൗഡ് ഉണ്ട്, അത് പ്രശ്നമുണ്ട്. ഇതൊന്നും അടുത്തൊന്നും മാറാനും പോകുന്നില്ല. ആൾക്കാരുടെ പേടി കുറയുമായിരിക്കാം, ഇപ്പോഴത്തെ പേടി കുറയും, പക്ഷെ ഇത് മാറാൻ പോകുന്നില്ല. സോ വി ആർ ലുക്കിംഗ് അറ്റ് എ ബാഡ് ഫേസ്. ഇപ്പോൾ ടെനറ്റ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തു. വാർണർ ബ്രദേഴ്സ് അതിന്റെ കളക്ഷൻസ് പോലും പുറത്തു വിട്ടില്ല. ടെനറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ആന്റിസിപ്പേറ്റ് ചെയ്ത സിനിമയാണ്. നമ്മൾ വെറുതെ ചെയ്യുന്ന ഒരു സിനിമ പോലെയല്ല. ആൾക്കാർ കോവിഡ് ഉണ്ടെങ്കിലും പോയി കാണും എന്ന് വിചാരിക്കുന്ന ഒരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ഡയറക്ടറും അത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ഒരു സിനിമയാണ്. ആ സിനിമയുടെ കളക്ഷൻസ് ആർ ഡിസ്മിൽ. അത് ഓപ്പൺ അപ്പ് ചെയ്തിട്ടുള്ള മാർക്കറ്റിലല്ല. ബിക്കോസ് ലൈഫ് എന്ന് പറഞ്ഞ സാധനം തന്നെ എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. എന്നെ കണ്ട എന്നോട് പലരും പറഞ്ഞു അത് AC ഇല്ലാതെ തിയേറ്ററിലും അപ്പൊ ക്ലൈമറ്റ് എന്നാലും പല ബുദ്ധിമുട്ടുകൾ, കംഫർട്ടബിൾ അല്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ന്യൂ നോർമലിനോട് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ മലയാളി ഓഡിയൻസിനൊന്നും എളുപ്പമില്ല, ഇന്ത്യൻ ഓഡിയൻസിന് ഒരിക്കലും എളുപ്പമില്ല. ഇവിടുത്തെ പെട്ടെന്ന് അസുഖം പകരുന്നതിനും കാരണം അതാണ്. സോ വി ആർ ലുക്കിംഗ് അറ്റ് എ വെരി ഗ്രിം ഫ്യൂച്ചർ. അപ്പൊ എന്താ വെച്ചാൽ ഞാനൊക്കെ ശ്രമിക്കുന്നത് ഹൗ ടു കീപ് മൈസെൽഫ് ഓക്യുപ്പൈഡ്. ഹോപ്പ്ലെസ്നെസ്സിലോട്ട് നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ സോഷ്യൽ റിഡംഷൻ എന്നൊക്കെ പറയുന്ന പോലെ റിയാലിറ്റി ഇതൊക്കെ ആണെങ്കിൽ തന്നെ. അതുകൊണ്ടാണ് ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ കുറെ ചെറുകഥകൾ എഴുതി, ഇപ്പം ഞാൻ കുറെ പബ്ലിഷ് ചെയ്തു. ചില പബ്ലിഷ് ചെയ്യുന്ന ആലോചിക്കുന്നു, ഒരു നോവൽ എഴുതിക്കൊള്ളാമെന്നുണ്ട്. ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കുറെ കവിതകൾ എഴുതി, തിരക്കഥകൾ എഴുതുന്നു. അത് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ അത് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് കോസ്റ്റ്. സോ വി ഹാവ് ടു ലുക്ക് അറ്റ് ദ പോസിബിലിറ്റി ഓഫ് റിക്കവറിങ് ദാറ്റ് കോസ്റ്റ്. ലാഭമൊന്നും വേണ്ട, പക്ഷെ ആ റിക്കവറി ഉണ്ടാവണമല്ലോ. അപ്പം ആ റിക്കവറി എന്ന് പറഞ്ഞാൽ നമുക്ക് തിയേറ്റർ എന്ന് പറഞ്ഞാൽ റിസ്ക് പരീക്ഷിക്കാനുള്ളൊരു സ്ഥലമാണ്. ഇപ്പം ഞാൻ കമല എന്നൊരു സിനിമ എടുക്കുന്നു, അത് ഓടാം, ഓടിയില്ല ഫൈൻ, പക്ഷെ ഐ ക്യാൻ ടെസ്റ്റ് ഇറ്റ്. ഇനി ഞാൻ എവിടെയും ടെസ്റ്റ് ചെയ്യും. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഞാനൊരു സിനിമ എടുത്തിട്ട് ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ അവർ പറയാം അവർക്ക് ഇപ്പോൾ ത്രില്ലർ വേണ്ട. നമുക്ക് ഓപ്ഷൻ 1-2 ഉള്ളൂ. 10 ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ദെൻ ഒരു ടെലിവിഷൻ പ്രീമിയർ ഇസ് നോട്ട് ഫീസിബിൾ ഫോർ ഫിലിംസ്. ഈ പറയുന്ന എന്താ പറയാ ആഡ് ബ്രേക്സും എല്ലാം വെച്ചിട്ട് സിനിമ കാണാന്ന് പറയുന്നത് ഭയങ്കര. അഗെയിൻ ടെലിവിഷൻ വർക്ക്സ് ഇൻ ഡിഫറെന്റ് വേ. കണ്ട സിനിമകളാണ് ആൾക്കാർക്ക് ഒന്നുകൂടി ടി വിയിൽ കാണാൻ ഇഷ്ടം. അതിനാണ് കൂടുതൽ TRP കിട്ടുന്നത്. പുതിയതായിട്ടൊരു സിനിമയെ കാണാൻ ആൾക്കാർക്ക് അമ്മമാരൊക്കെ കാണുമ്പോഴേ അവർക്ക് പുലിമുരുകൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടെ കാണാം. അങ്ങനെയല്ലേ? അപ്പം എന്തുകൊണ്ട് ഓടി സിനിമകൾ കൂടുതൽ TRP കിട്ടുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പ്രീമിയർ എന്നൊരു സിനിമയ്ക്ക് അത്ര TRP ഒരു പക്ഷേ കിട്ടേണ്ടി വരില്ല. ബിക്കോസ് പുതിയൊരു സിനിമ കാണാൻ താല്പര്യമില്ല. അത്ര വലിയ സിനിമകൾ ഒരിക്കലും അങ്ങനെ പ്രീമിയർ ഇല്ല. സോ വി ആർ ലുക്കിംഗ് അറ്റ് എ വെരി ബ്രിം ഫ്യൂച്ചർ. സോ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഷൂട്ട് സംതിങ്. നമ്പർ 1, എനിക്കത് എന്നെ അത്ര എക്സൈറ്റ് ചെയ്യണം. ദാറ്റ് ലെറ്റ്സ് ഡു ഇറ്റ്. അങ്ങനെ തോന്നുന്ന സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ചെയ്തേക്കാം. അതിനെപ്പറ്റി എനിക്കറിയാം, തീരുമാനത്തിൽ എത്തിയില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇത്രയും കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഈ തിയേറ്റർ എന്ന് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ 1939 തൊട്ട് 1945 വരെ
ഇപ്പൊ കലയൊക്കെ ലോകത്തിൽ അസ്തമിച്ചു എന്ന് വിചാരിച്ചാണ്. എന്താ സംഭവിച്ചത്? There was a great rejuvenation in art. അതുകൊണ്ടാണ് ബൈസിക്കിൾ തീവ്സ് വരുന്നത്. ഇപ്പോൾ ബൈസിക്കിൾ തീവ്സ് വൺ തിങ് ഇൻസ്പയർസ് ഹൺഡ്രഡ്സ് ഓഫ് ഫിലിം മേക്കേഴ്സ്, ഹൺഡ്രഡ്സ് ഓഫ് ആർട്ടിസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ബൈസിക്കിൾ തീവ്സ് സത്യത്തിൽ ലണ്ടനിൽ കണ്ടിറങ്ങുമ്പോൾ അയാൾ തീരുമാനിച്ചിരുന്നു കതിർ പാഞ്ചലുണ്ടായിരുന്നു. 100 പേര് അങ്ങനെ വേറെ 100 സിനിമകൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു ന്യൂ റിയലിസ്റ്റിക് സിനിമ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി തിയേറ്ററൊക്കെ തുറന്ന് ആക്റ്റീവായിട്ട് ഉണ്ടാവാൻ പോകുന്ന സിനിമ മുൻപുണ്ടായിരുന്ന ഒരു സിനിമയായിരിക്കില്ല, പുതിയൊരു സിനിമയായിരിക്കും. ആ സിനിമ ആരുണ്ടാക്കുന്നു പറഞ്ഞാൽ പുതിയ ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ നമ്മുടെ ശ്രമങ്ങളൊക്കെ നടത്തും, പക്ഷേ അഗെയിൻ നമ്മുടെ ബെസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം അതായിരിക്കില്ല. നമ്മൾ ആദ്യത്തെ സിനിമ ഒരാൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് ഇങ്ങനെ ഒരു പാസഞ്ചർ ഉണ്ടാക്കാൻ പറ്റും. ബിക്കോസ് അറിവില്ലായ്മയെന്നാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് അറിവ് ഒരുപാട്, ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ ഒരുപാട് ബിസിനസ് പറഞ്ഞു, അത്ര അറിവ് എനിക്കുണ്ട്. ആ അറിവ് ഭയങ്കര കുഴപ്പമാണ്. ഒരാൾ ക്രിയേറ്റീവിൽ അത്രയും ലിമിറ്റ് ചെയ്യും. ഇൻ ടേംസ് ഓഫ് നമുക്ക് ഒരുപാട് ഒരു ബിസിനസിന്റെ A to Z ഒരാൾക്ക് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഇത് ഇത്ര വേണം വേണ്ട, ഡിസിഷൻ എടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. അത് ആസ് ഒരു ക്രിയേറ്ററെ ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യും. പക്ഷെ ട്രൈ ടു അതിനെ സർവൈവ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ രാമന്റെ കമലൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാം, പക്ഷെ അറിയാതെ ചെയ്യുമ്പോൾ ദർ ഇസ് മാജിക്. ഒരാൾ അറിയാതെ ചെയ്യുമ്പോൾ ഇപ്പം ഇന്നും നിന്റെ മൊയ്ത് ദർ ഇസ് മാജിക്. ഇപ്പം ഇതൊക്കെ ആദ്യത്തെ സിനിമകളാണ്. അതേപോലെ ഇപ്പം തണ്ണീർമത്തൻ ഒരാളുടെ ആദ്യത്തെ സിനിമ ദർ ഇസ് മാജിക്. അപ്പം ആദ്യത്തെ സിനിമയിൽ പലപ്പോഴും ആ മാജിക്കിനുള്ള സാധനം, അതുകൊണ്ട് മാജിക്കുമായിട്ട് ആൾക്കാർ വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ബിക്കോസ് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്. പീപ്പിൾ ആർ മേക്കിംഗ് വെരി എക്സലന്റ് ഔട്ട്സ്റ്റാൻഡിങ് കണ്ടന്റ് എന്ന് പറയില്ലേ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം, ബട്ട് സിനിമ വിൽ ബൗൺസ് ബാക്ക് ആസ് ദ ബെസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് മീഡിയ. അത് പുതിയ തരത്തിലുള്ള സിനിമയായിരിക്കും. അപ്പോൾ നമ്മൾ അപ്പോൾ അവിടെ സിനിമയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയില്ല. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ബി ഇൻ എ സ്റ്റേറ്റ് വേർ എനിക്കത് വളരെ തുറന്ന മനസ്സോടുകൂടി ആസ്വദിക്കാൻ പറ്റുന്ന, അസൂയയില്ലാതെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനസ്സിൽ എനിക്ക് എത്താൻ പറ്റണം. ദെൻ ഐ ഷുഡ് ബി ഏബിൾ ടു ട്രൈ മൈ ഓൺ ഫിലിംസ് വിച്ച് എക്സൈറ്റ്സ് മീ എന്നുള്ളതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഐ ഹോപ്പ് ദിസ് ടൈം എൻഡ്സ് വെരി സൂൺ. പക്ഷേ അതൊരു ഹോപ്പാണ്, ഹോപ്പ് അഗെയിൻസ്റ്റ് ഹോപ്പാണ്, നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ എന്നുള്ളതുകൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ സിനിമകളുണ്ട്, പക്ഷേ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓക്കെ സാർ, സോ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം വളരെ വിശദമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിനിമയുടെ പല മേഖലകളെ പറ്റിയിട്ടും തിരക്കഥാ രചനയെ പറ്റിയിട്ടും എല്ലാ മേഖലകളെ പറ്റിയിട്ടും വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചതിന് എനിക്ക് തോന്നുന്നു സാറിന്റെ ഈ സെഷനിലെ ഹോപ്പ് എന്നൊരു വാക്കാണ് ഏറ്റവും അധികം സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് തിയേറ്ററുകൾ തുറക്കട്ടെ, എല്ലാം പഴയതുപോലെ അല്ലെങ്കിൽ പുതിയ നോർമലിൽ പഴയതിനേക്കാളും നന്നായി വളരെ നന്നായി സിനിമാ മേഖല തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് സാർ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നാക്ക് പൊന്നാവട്ടെ. പറഞ്ഞു